നിങ്ങൾ എന്ത് തോന്നിയ പറയുന്നേ? എന്തൊരു വൃത്തിയായിട്ട് ചോദ്യങ്ങളൊക്കെ. ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. ഇറങ്ങ, വെളിപ്പോ. എല്ലാരും പൊയ്ക്കേ. വേണ്ട, ഇന്റർവ്യൂ ഒന്നും വേണ്ട. ഇറങ്ങ. കൊണ്ടുപോ. ഒരുത്തരും ഇവിടെ കാണണ്ട. ഇറങ്ങിയോ, പൊയ്ക്കോ. വണ്ടി കയറ. ഒറ്റ പത്രക്കാരെ ഇവിടെ കണ്ടുപോരുത്. ഒരു ഇന്റർവ്യൂവിന് വന്നേക്കുന്നു. പോകാനാ പറഞ്ഞേ? പൊയ്ക്കോണം. കുറെ ക്യാമറക്കാർ ഇന്റർവ്യൂ പോലും. അയ്യോ, കേറിക്കോ അവിടുന്ന്. ഇനി എന്തെല്ലാം നാണക്കേടാണ് എന്റെ കർത്താവെ, ഇനി എന്തെല്ലാം കാണണം. അശ്ലീല വീഡിയോ പ്രചരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട് ആൻസിയുടെ കുടുംബം. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച അശ്ലീല വീഡിയോ പ്രശസ്ത ഡിസൈനർ ആൻസി വർഗീസിന്റേതു തന്നെയാണെന്ന് തെളിഞ്ഞതോടെ ആൻസിയുടെ വാദം കേൾക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട് ആൻസിയുടെ കുടുംബം. ഇറങ്ങിയോട്ടെ. വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. കൊണ്ടുപോ നിങ്ങളുടെ ക്യാമറ. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ആൻസി വർഗീസ് അപമര്യാദയായി പെരുമാറുകയും ആൻസിയുടെ പിതൃസഹോദരൻ ഓനാച്ചന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. മാധ്യമങ്ങളോട് തനിക്കൊന്നും പറയാനില്ലെന്നും തന്നെ തെറ്റുകാരിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും ആൻസി വർഗീസ് പറഞ്ഞു. അതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ ഓനാച്ചന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധമറിയിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി അവളുടെ സ്വഭാവം കണ്ടോ? മീഡിയക്കാരുടെ പുറത്ത് കുതിര കയറുന്നുണ്ടോ? എന്നിവർക്ക് പരാതി. മാധ്യമപ്രവർത്തകരെ ഇങ്ങനൊരു രൂപേ ദൗർഭാഗ്യകരമാണെന്നും 10-20 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടേ സാർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാ? ഇതിപ്പോ വേറെ ആള്. എല്ലാം പൊളിഞ്ഞു പുറത്തു വന്നപ്പോ തനിനിറം കണ്ടോ അവളുടെ? അവള് വയലന്റ് ആവുന്നുണ്ടല്ലേ? അവള് തെറ്റുകാരിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നിനും മറുപടിയില്ലാതെ വന്നപ്പോ അവള് നാട്ടുകാരോടും റിപ്പോർട്ടർമാരോടും ബഹളം ഉണ്ടാക്കുക. അപ്പൊ ഇത് വലിയ കേസാവൂല്ലോ. കേസാവണം. പോലീസ് കേസ് എടുക്കണം. ഇതിപ്പോ ആരുടെ സപ്പോർട്ട് അവൾക്ക് കിട്ടാൻ പോകുന്നേ? വാർത്ത കണ്ടില്ലേ? സപ്പോർട്ട് ചെയ്യാൻ ആ മറ്റവനുണ്ടല്ലോ, KGS. എന്തെങ്കിലും കാണാതെ അവൾ അവന്റെ കൂടെ കൂടുവോ? പക്ഷെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ കാര്യമില്ലേ, അതാ എനിക്ക് മനസ്സിലാവാത്തത് കൃത്യമായിട്ട്. ശരിയാ മേഡം, അതെ, എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല ആ ചെറുപ്പക്കാരന്റെ കാര്യേ. അതാ പത്രക്കാരൻ എന്തോ ചോദിച്ചില്ലേ അവളുടെ കൂടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ച്? അവനെ കാണാറുണ്ടോ, എവിടെയാന്നൊക്കെ ചോദിച്ചു കേട്ടില്ലേ? അവൻ പുറത്തു വന്ന് പോലീസിന്റെ മുമ്പിൽ പ്രസ്താവന കൊടുക്കുമെന്ന്. അവളുടെ കൂടെ കാലങ്ങളായിട്ട് കഴിയുവന്ന്. അതിനല്ലേ ക്യാമറ തല്ലി പൊട്ടിച്ചു? പന്തളം കണ്ടില്ലേ അത്? ഓ, അതായിരുന്നല്ലേ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു.